അധ്യാപികയായ സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കാനായി തമിഴന്മാർ കിട്ടുകൊടുത്ത ഒരു ഭർത്താവ് സാബു മറ്റൊരിടത്തുമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ തന്നെ അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവം നടന്നത്. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ ഇരുട്ടിക്കടുത്തുള്ള കരിക്കോട്ടക്കരിയിൽ 8 കൊല്ലം മുൻപ് വരെ മേരി എന്നു പേരുള്ള ഒരു അധ്യാപിക അവിടെ ജീവിച്ചിരുന്നു. മേരി ടീച്ചറുടെ ഭർത്താവായിരുന്നു സാബു. ഇവർക്ക് 2 പെൺമക്കളും ഉണ്ടായിരുന്നു. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ആ കുടുംബത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അങ്ങനെ അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. മേരി ടീച്ചർ സെൻറ് തോമസ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു അവർ. 2018 ജൂലൈ 29, സമയം പുലർച്ചെ 1 മണിയായിട്ടുണ്ടാകും. മേരി ടീച്ചറിൻ്റെ ഭർത്താവ് സാബു വല്ലാതെ പേടിച്ച് വിറങ്ങലിച്ച് നിലവിളിച്ചുകൊണ്ട് അയൽപക്കത്തുള്ള വീട്ടിലേക്ക് ഓടി. അയാളുടെ നിലവിളി കേട്ട് അയൽക്കാരെല്ലാം ഉണർന്നു. തൊണ്ടയിടറി നിലവിളിച്ചുകൊണ്ട് സാബു പറഞ്ഞു, മേരി മരിച്ചു എന്ന്. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അത്. സാബുവിൻ്റെ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്നു വന്ന അയൽക്കാർ അയാൾ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നാട്ടുകാർ സാബുവിനോട് ചോദിച്ചു. അയാൾ കിതച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള കിണർ ചൂണ്ടിക്കാണിച്ചു. അവൾ മേരി ആ കിണറിനകത്തുണ്ട്. ഇത് കേട്ട അയൽക്കാർ ഓടി കിണറിൻ്റെ അടുത്തെത്തി. കിണറിൻ്റെ അകത്തേക്ക് അവർ ടോർച്ചടിച്ച് നോക്കി. ആ ഒരു കിണറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിൽ മേരി ടീച്ചർ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്, അനക്കമില്ല. അതുകൊണ്ട് തന്നെ അവർ മരിച്ചു എന്ന് അയൽക്കാർ ഉറപ്പിച്ചു. കിണറിനകത്തേക്ക് ഒരു ഏണി ചാരി വെച്ചിരുന്നു എന്ന് മാത്രമല്ല, കിണറിൽ വെച്ചിരുന്ന മോട്ടോറിൻ്റെ പൈപ്പ് മുറിച്ച നിലയിലുമാണ്. മേരി ടീച്ചറുടെ ചെരുപ്പ് ഈ കിണറിൻ്റെ വെളിയിൽ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യ മരിച്ച വിഷമത്തിലിരിക്കുന്ന ഭർത്താവിനെ അയൽക്കാർ ആശ്വസിപ്പിക്കേണ്ടതാണ്. പക്ഷേ അവിടെ കൂടിയവർക്കൊക്കെ എന്തോ ഒരു പന്തികേട് തോന്നി. കിണറിനകത്തേക്ക് ഏണി എങ്ങനെ വന്നു? ആത്മഹത്യ ചെയ്യാനായി കിണറിലേക്ക് ചാടുന്ന ഒരാൾ കിണറിനകത്തേക്ക് ഏണി ചാരി വയ്ക്കുമോ? ഈ സംശയങ്ങളൊക്കെ അവിടെ ഓടി കൂടിയവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവരും സാബുവിനെ സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ ആ ദിവസം രാത്രി മേരി ടീച്ചർക്ക് എന്താണ് സംഭവിച്ചത്? ടീച്ചറുടെ ഭർത്താവ് സാബു അവരെ കൊലപ്പെടുത്തിയതാണ്. നേരം വെളുത്തു. പറഞ്ഞും കേട്ടും ആളുകൾ സംഭവം അറിഞ്ഞു. അറിഞ്ഞവരെല്ലാം ആ വീട്ടിലേക്ക് ഓടിയെത്തി. അവരെല്ലാവരും കിണറിനകത്തെ ആ ദയനീയമായ കാഴ്ച കാണുകയും ചെയ്തു. അവിടെ ഓടിക്കൂടിയവരിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാർ ആ കിണറിന് ചുറ്റും നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു. മേരി ടീച്ചറുടെ ചെരുപ്പ് ആ കിണറിന് വെളിയിലാണുള്ളത്. അതുപോലെ തന്നെ കിണറിനകത്ത് ഒരു ഇരുമ്പിൻ്റെ ഏണി ചാരിയിട്ടുണ്ട്. അതുകൂടാതെ ആ കിണറിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന മോട്ടോറിൻ്റെ പൈപ്പുകൾ മുറിച്ചിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ മേരി ടീച്ചറുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. അതിനുശേഷം ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അവിടെ എത്തി. അവർ സാബുവിനോട് കാര്യങ്ങൾ ചോദിച്ചു. കിണറിനുള്ളിൽ ഇരുമ്പിൻ്റെ ഏണി എങ്ങനെ വന്നു? കിണറിനുള്ളിലേക്ക് പോയിട്ടുള്ള പൈപ്പുകൾ ആരാണ് മുറിച്ചത്? ആ ദിവസം രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പോലീസുകാർ സാബുവിനോട് ചോദിച്ചു. എനിക്ക് കരിങ്കൽ കോറിയിൽ നിന്നും കരിങ്കല്ല് ലോറിയിൽ കൊണ്ടുപോകുന്ന ജോലിയാണ്. ആ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. വരുന്ന വഴി റിപ്പയറിങ്ങിനായി ടൗണിലെ കടയിൽ കൊടുത്തിരുന്ന ഫ്രിഡ്ജ് ജീപ്പിൽ കയറ്റി. വീട്ടിലെത്തിയ താൻ ജീപ്പിൽ നിന്ന് ഫ്രിഡ്ജ് ഇറക്കാനായി ഭാര്യയെ വിളിച്ചു. വീടിനകത്തിരുന്ന് മക്കളെ പഠിപ്പിക്കുകയായിരുന്നു മേരി. സാബുവിൻ്റെ വിളി കേട്ട് ഫ്രിഡ്ജ് ഇറക്കാനായി അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഫ്രിഡ്ജ് ഇറക്കി അകത്ത് കയറ്റി വെച്ചിട്ട് സാബു കുളിക്കാനായി പോയി. കുളിച്ചു കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിനിടയിൽ മൂത്രശങ്ക തോന്നിയ താൻ അടുത്തേക്ക് വന്നപ്പോഴാണ് പിന്നിലത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. എന്താണ് ഈ സമയത്ത് വാതിൽ തുറന്നിരിക്കുന്നത്? വല്ല കള്ളന്മാരും കയറിയതാണോ എന്നൊക്കെ സംശയിച്ച് പുറത്തിറങ്ങി അവിടെ ആകെ നോക്കി. അപ്പോഴാണ് മേരിയുടെ ചെരുപ്പ് കിണറിൻ്റെ വക്കത്തിരിക്കുന്നത് സാബു കാണുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ കിണറിൻ്റെ അടുത്തേക്ക് പോയി ഉള്ളിലേക്ക് നോക്കി. അപ്പോൾ ഈ മേരി വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇങ്ങനെയാണ് സാബു പോലീസിനോട് പറഞ്ഞത്. ഇരുമ്പിൻ്റെ ഏണി എങ്ങനെ കിണറിനുള്ളിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ കിണറിനകത്തേക്ക് ഇറങ്ങാനായി അവൾ എടുത്തു വെച്ചതായിരിക്കും എന്നാണ് സാബു മറുപടി പറഞ്ഞത്. മോട്ടോറിൻ്റെ പൈപ്പുകൾ ആരാണ് മുറിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് നേരത്തെ തന്നെ പൊട്ടിയിരുന്നതാണ് എന്നായിരുന്നു സാബുവിൻ്റെ മറുപടി. സാബു പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി. ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നുണയാണ്. ആ ദിവസം രാത്രി മറ്റെന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് പോലീസ് അയൽക്കാരിൽ ചിലരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. സാബു ആളെങ്ങനെയാണ്? ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ പോലീസുകാർ അയൽപക്കക്കാരോട് ചോദിച്ചു. സാബു അത്ര നല്ല ആളല്ല. അയാൾക്ക് ഒരു ക്രിമിനൽ സ്വഭാവമാണ്. മാത്രമല്ല അവർ തമ്മിൽ മിക്കപ്പോഴും വഴക്കായിരുന്നു. ഇങ്ങനെയായിരുന്നു അയൽക്കാരിൽ പലരും പറഞ്ഞത്. മേരി ടീച്ചറിൻ്റേത് ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനും നാട്ടുകാർക്കും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനം മേരി മരിച്ചു കിടന്ന കിണറ്റിൽ 3/4 ഭാഗത്തോളം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ ആ കിണറ്റിലേക്ക് എടുത്തു ചാടുമ്പോൾ സ്വാഭാവികമായും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതെ അരികിൽ പിടിച്ചു നിൽക്കാനുള്ള പടവുകൾ ആ കിണറിന് ചുറ്റുമുണ്ട്. കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ ഒരിക്കലും ഏണിയെടുത്ത് കിണറ്റിനുള്ളിലേക്ക് ചാരി വയ്ക്കില്ല.
പിന്നെ സാബു പറഞ്ഞ മറ്റൊരു കാര്യം, കിണറിനുള്ളിലേക്കുള്ള മോട്ടോറിൻ്റെ പൈപ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പൊട്ടിപ്പോയതാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പൊട്ടിപ്പോയ ഭാഗത്തിൻ്റെ അറ്റം പരിശോധിച്ചപ്പോൾ അത് ആരോ മുറിച്ചു മാറ്റിയതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഫോറൻസിക് വിദഗ്ധർ പൈപ്പിൻ്റെ മുറിഞ്ഞ ഭാഗം പരിശോധിച്ചപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ എന്നോ മുറിച്ചതാണെന്ന് മനസ്സിലായി. അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുങ്ങി മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ മേരി ടീച്ചറുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുറിവുകളും പോറലുകളും ചതവുകളും ഒക്കെയുണ്ട്. സാബു പറഞ്ഞ നുണകൾ തെളിവ് സഹിതം തെളിയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പോലീസ് സാബുവിനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചോദ്യം ചെയ്തു, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് മാത്രമല്ല, പൈപ്പ് പൊട്ടിയത് മാസങ്ങൾക്ക് മുമ്പാണ് എന്ന് നീ പറഞ്ഞത് നുണയാണ്. മേരി ടീച്ചർ മരിച്ച ദിവസം രാത്രി തന്നെയാണ് നീ ഇത് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറ എന്ന് പോലീസുകാർ അവരുടെ രീതിയിൽ ചോദ്യം ചെയ്തു. കുറേയൊക്കെ നുണ പറഞ്ഞ് സാബു വീണ്ടും വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം അയാൾക്ക് എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് എന്നുള്ള സത്യം പറയേണ്ടി വന്നു. സാബു പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അയാൾക്ക് പൊതുവേ മേരി ടീച്ചറിനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഭാര്യയെ ഇഷ്ടമല്ലെങ്കിലും അവളുടെ സ്വത്തുക്കളെല്ലാം വേണം. തരം കിട്ടുമ്പോഴെല്ലാം അയാൾ ഭാര്യയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. തൻ്റെ 2 പെൺമക്കൾക്ക് വേണ്ടി മാത്രമാണ് മേരി ടീച്ചർ ജീവിച്ചത്. ഭർത്താവിൽ നിന്നും ദേഹോപദ്രവം നിരന്തരം നേരിടേണ്ടി വന്നെങ്കിലും മേരി ടീച്ചർ ഇത് മറ്റാരോടും പറഞ്ഞില്ല. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സാബു ഒരു തീരുമാനത്തിൽ എത്തുന്നത്. മേരി ടീച്ചറെ ഇല്ലാതാക്കണം. അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സാബുവിന് ഭാര്യയെ ഇഷ്ടമല്ല. 2, ഭാര്യയുടെ സ്വത്തെല്ലാം തനിക്ക് മാത്രമായി വേണം. കരിങ്കൽ ക്വാറിയിൽ നിന്നും കല്ല് ലോറിയിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് സാബുവിന്. ജോലിയുടെ ആവശ്യത്തിനായി അയാൾ പലപ്പോഴും തമിഴ്നാട്ടിൽ പോകുമായിരുന്നു. ഈ യാത്രക്കിടയിലാണ് അയാൾ 2 തമിഴന്മാരെ പരിചയപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ സാബു ഈ തമിഴന്മാരുമായിട്ട് അടുത്തു. അവരുടെ സ്വഭാവം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചു അയാൾ. അവരുമായി കൂടുതൽ അടുത്തപ്പോഴാണ് സാബുവിന് ഒരു കാര്യം മനസ്സിലായത്, അവർക്കും ക്രിമിനൽ സ്വഭാവമുണ്ട്. അങ്ങനെ ഇവരോട് സാബു തൻ്റെ ആവശ്യം പറഞ്ഞു. എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തണം, സംഗതി നടന്നു കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ തരും. ഇതായിരുന്നു അയാളുടെ ഓഫർ. സാബുവിൻ്റെ ഓഫർ ആ തമിഴന്മാർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ അവർ 3 പേരും കൂടി നടത്തിയ ഗൂഢാലോചനയിൽ 28-ാം തീയതി മേരി ടീച്ചറെ ഇല്ലാതാക്കാമെന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യാനെന്ന വ്യാജേന സാബു രാവിലെ തന്നെ ഫ്രിഡ്ജ് എടുത്ത് തൻ്റെ വണ്ടിയിൽ വെച്ചു. എന്നിട്ട് റിപ്പയർ ചെയ്യാനായി കൊണ്ടുപോവുകയാണെന്ന രീതിയിൽ ഫ്രിഡ്ജുമായി നേരെ ടൗണിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം അവിടെയുള്ള ഒരു റിപ്പയർ ഷോപ്പിൽ പോയി ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യാനായി കൊടുത്തു. ഇന്ന് രാത്രി തന്നെ എനിക്കിത് നന്നാക്കി തരണം എന്ന് സാബു ടെക്നീഷ്യനോട് പറയുകയും ചെയ്തു. പിന്നീട് അയാൾ നേരെ പോയത് ആ തമിഴന്മാരുടെ അടുത്തേക്കാണ്. കണ്ണൂരിൽ ട്രെയിൻ ഇറങ്ങി അവർ അപ്പോഴേക്കും ഇരിട്ടിയിലെത്തിയിരുന്നു. വൈകുന്നേരം വരെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ 3 പേരും കൂടി സംസാരിച്ചു. അവർ വ്യക്തമായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി. അങ്ങനെ രാത്രിയിൽ റിപ്പയർ ചെയ്തു കഴിഞ്ഞ ഫ്രിഡ്ജ് വണ്ടിയിലെടുത്തു വെച്ച് ആ 2 തമിഴന്മാരും ആ ജീപ്പിൻ്റെ പുറകിൽ കയറി. മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആ 2 തമിഴന്മാരെയും കൊണ്ട് സാബു ജീപ്പിൽ നേരെ തൻ്റെ വീട്ടിലേക്ക് വന്നു. ജീപ്പിൽ വീട്ടിലെത്തിയ ഉടനെ തന്നെ തമിഴന്മാരെ വണ്ടിയിൽ നിന്നിറക്കി മേരി കാണാതെ വീടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഒളിപ്പിച്ചു നിർത്തി. അതിനുശേഷം വണ്ടിയിലിരിക്കുന്ന ഫ്രിഡ്ജ് ഇറക്കാനായി വീടിനകത്തിരുന്ന് മക്കളെ പഠിപ്പിക്കുകയായിരുന്ന ഭാര്യയെ വിളിച്ചു. സാബുവിൻ്റെ വിളി കേട്ട് മേരി ഫ്രിഡ്ജ് ഇറക്കാനായി വീടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവർ ഫ്രിഡ്ജ് ഇറക്കാനായി തുടങ്ങുന്ന ആ സമയത്ത് വീടിൻ്റെ സമീപത്ത് പതുങ്ങി നിന്നിരുന്ന ആ 2 തമിഴന്മാരും കൂടി പിന്നിലൂടെ വന്ന് ടീച്ചറുടെ വായ പൊത്തിപ്പിടിച്ചു. മേരി ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ 3 പേരും കൂടി അവളുടെ വായ ബലമായി പൊത്തിപ്പിടിച്ച് അവളെ കിണറിൻ്റെ ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ഭർത്താവ് അടക്കമുള്ള 3 പേരിൽ നിന്നും തൻ്റെ ജീവൻ രക്ഷിക്കാനായി മേരി പരമാവധി ശ്രമിച്ചു. പക്ഷേ അവർ 3 പേരും ചേർന്ന് മേരിയെ വലിച്ചു കൊണ്ടുവന്ന് കിണറിനകത്തേക്കിട്ടു. നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്ന ഒരു രാത്രിയായിരുന്നു അത്. ആ വീടിന് തൊട്ടരികിലായിട്ട് ഒരു ചെറിയ ഓടയുണ്ട്. ആ ഓടയിലേക്ക് വെള്ളം ശക്തമായിട്ട് വീഴുന്നുമുണ്ട്. ഇതിൻ്റെ എല്ലാം ശബ്ദം കൊണ്ട് മേരിയുടെ നിലവിളി മറ്റാരും കേട്ടില്ല. മേരി വെള്ളത്തിനടിയിലേക്ക് താണുപോയോ എന്ന് 3 പേരും കിണറിനുള്ളിലേക്ക് നോക്കി. അപ്പോഴാണ് അവൾ മോട്ടോറിൻ്റെ പൈപ്പിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഉടനെ അവർ 3 പേരും കൂടി വീട്ടിലുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ ഏണി എടുത്തു കൊണ്ടുവന്ന് കിണറിലേക്ക് താഴ്ത്തി മേരിയുടെ ശരീരത്തിൽ കുത്തി. രക്ഷപ്പെടാൻ സമ്മതിക്കാതെ ആ പാവത്തിനെ ഏണി കൊണ്ട് വെള്ളത്തിലേക്ക് കുത്തി താഴ്ത്തി. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനുള്ള വെപ്രാളത്തിൽ മേരി ടീച്ചർ വീണ്ടും വീണ്ടും പൈപ്പിൽ പിടിക്കാൻ ശ്രമിച്ചു. മേരിയുടെ ഈ ശ്രമം കണ്ടപ്പോൾ ഒരാൾ വേഗം പോയി പൈപ്പിൻ്റെ മുകളിലത്തെ ഭാഗം മുറിച്ചു മാറ്റി. പൈപ്പിൽ പിടിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മേരി കിണറിൻ്റെ പടവിൽ പിടിച്ചു നിന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ചു. ഇത് കണ്ടപ്പോൾ വീണ്ടും അവർ ആ ഇരുമ്പിൻ്റെ ഏണി കൊണ്ട് മേരിയെ കുത്തി വെള്ളത്തിനടിയിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. 3 പേരും കൂടി ഇരുമ്പിൻ്റെ ഏണി കൊണ്ട് മേരിയുടെ തോളിലും തലയിലും ശരീരത്തിലുമൊക്കെ കുത്തി വെള്ളത്തിനടിയിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചു.
പക്ഷേ മേരി കിണറിൻ്റെ പടവുകളിൽ മാറി മാറി പിടിച്ചുകൊണ്ട് തൻ്റെ ജീവൻ രക്ഷിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സാബു തമിഴന്മാരോട് പറഞ്ഞു, ഇവൾ മരിക്കാതിരുന്നാൽ ഞാൻ മാത്രമല്ല നിങ്ങളും പെടും. അതുകൊണ്ട് കിണറിലേക്ക് ചാടി എങ്ങനെയും ഇവളെ കൊലപ്പെടുത്തണം. ഇത് കേട്ടപ്പോൾ തമിഴന്മാരിൽ ഒരാൾ കിണറിലേക്ക് ചാടി കിണറിനകത്ത് വെച്ച് തന്നെ മേരിയെ മുക്കിക്കൊലപ്പെടുത്തി. മേരി മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അയാൾ കിണറിന് മുകളിലേക്ക് വന്നു. സാബു അവിടെ വെച്ച് തന്നെ അവരുടെ പണം കൊടുത്തു. തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതിനുള്ള കൂലിയായിരുന്നു സാബു എന്ന ക്രൂരൻ ആ കൊലയാളികൾക്ക് നൽകിയത് 2.5 ലക്ഷം രൂപ. ഈ 2.5 ലക്ഷം രൂപ അയാൾ ഉണ്ടാക്കിയത് ഭാര്യയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് വായ്പ എടുത്തിട്ടാണ്. പണം കയ്യിൽ കിട്ടിയ കൊലയാളികൾ രണ്ടുപേരും വണ്ടിയിൽ പോകാതെ നടന്നാണ് അവിടെ നിന്ന് പോയത്. സാബുവിനെ അറസ്റ്റ് ചെയ്തതോടെ തമിഴന്മാരെക്കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടി. താമസിയാതെ ആ കൊലയാളികൾ പോലീസിൻ്റെ പിടിയിലുമായി. മേരി ടീച്ചർ കൊലക്കേസിൽ പ്രതികൾക്ക് കിട്ടിയത് ജീവപര്യന്തം ശിക്ഷയാണ്. ഇപ്പോഴും കരിക്കോട്ടക്കരി ഗ്രാമത്തിലുള്ളവരുടെ മനസ്സിൽ നീറുന്ന ഒരു ഓർമ്മയായി മേരി ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട്.